ഹലോ എല്ലാവർക്കും നമസ്കാരം. സലാലാസ് ഫൺ ആൻഡ് കുക്കിംഗ് വേൾഡിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു പനീർ ദോശയുമായിട്ടാണ്. പനീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ്. അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ്, വൈറ്റമിൻ, മിനറൽ ഇതെല്ലാം ധാരാളം അടങ്ങിയിരിക്കുന്ന ഒരു സോഴ്സസാണ് പനീർ. അതുകൊണ്ട് തന്നെ പനീർ കൊണ്ടുള്ള റെസിപ്പികൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ബോഡിയെ ഹെൽത്തി ആയിട്ട് നോക്കുവാനും അതുപോലെ തന്നെ വീക്ക്നെസ്സൊക്കെ മാറാനുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫുഡ് സോഴ്സസാണ് പനീർ. അതിനുവേണ്ടി ഞാൻ സാധാരണ ദോശമാവ്, നമ്മൾ മിക്കവാറും ദോശയും ഇഡ്ഡലിയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ആ മാവ് മാത്രം മതി ഈ പനീർ ദോശ ചെയ്യാൻ. ഞാൻ പാനിലേക്ക് നമ്മുടെ മസാല ദോശയ്ക്ക് പരത്തിയെടുക്കുന്ന പോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കണം. അതിലേക്ക് ബട്ടറും ചില്ലി സോസ്, അതുപോലെ തന്നെ കുറച്ച് സവോള, തക്കാളി, ക്യാപ്സിക്കം ഇത്രയുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള മല്ലിയിലയൊക്കെ ഇഷ്ടമാണെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മൾ പിസ്സയ്ക്ക് റെഡിയാക്കുന്ന പോലെ എടുത്താലും മതി. ഇത് സെയിം പിസ്സ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പനീറാണ്. പനീർ ചോപ്പ് ചെയ്തതാണ്. കുറച്ചേറെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അടുത്തായി നമുക്ക് വേണ്ടത് ചില്ലി ഫ്ലേക്സ്, അതായത് ഡ്രൈ ചില്ലി പൊടിച്ചതാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം. അതുപോലെ തന്നെ ഒറിഗാനോ പൗഡർ ഒരു സ്വല്പം. ഞാൻ ഒറിഗാനോ ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ ദോശ നല്ല ക്രിസ്പി ആകണം. അതിന് മുമ്പ് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കണം. നമ്മൾ പിസ്സയ്ക്കൊക്കെ ഇട്ട് കൊടുക്കുന്ന ചീസില്ലേ, ആ സെയിം ചീസ് തന്നെ നമുക്ക് ഈ ദോശയ്ക്കും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പം നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഞാനൊന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്, കാരണം തിരിച്ചിടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ രണ്ട് സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ പനീർ ദോശ എളുപ്പം റെഡിയാക്കി എടുക്കാം. നമുക്ക് ഒരു പ്രയാസവുമില്ല. ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്കും കഴിക്കാൻ ഇഷ്ടമാകും, നമുക്കും അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക്